3 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്ത്യക്കെതിരെ സ്പൈ വർക്ക് ചെയ്യാൻ സാധിക്കും. 1 ലക്ഷം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടെങ്കിൽ അവർക്ക് ലക്ഷക്കണക്കിന് പണമാണ് വരുന്നത്. അതും ഫോറിനിൽ നിന്നും വരുന്നുണ്ട്. പ്രധാനമായും ഇങ്ങനെയുള്ള സ്പൈ വർക്ക് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇനി അവർക്ക് ഒരുപാട് വിസ, എവിടെ വേണമെങ്കിലും പോകാം. ബാലിയിൽ പോകണോ, ഇന്തോനേഷ്യയിൽ പോകണോ, അല്ലെങ്കിൽ മറ്റ് ഫോറിൻ കൺട്രീസിൽ പോകണോ, ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരാം എന്ന് പാകിസ്ഥാന്റെ ചാര സംഘടനയിൽ നിന്ന് തന്നെ ഒരുപാട് പണമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ഇവരെല്ലാം ഒരു പെൺകുട്ടിക്ക് പണം നൽകിയിട്ടുണ്ട്. ആ പെൺകുട്ടി ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ട്രാവൽ വ്ളോഗർ, അത്രമാത്രം. പക്ഷെ അതിന് പുറകിൽ ആ പെൺകുട്ടി ചെയ്ത കാര്യം ചെറുതൊന്നുമല്ല. ഇവർ ആരാണ്? എന്തിനാണ് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്? ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തെല്ലാം? ഈ വലയിൽ ഇനി ആരെല്ലാം അകപ്പെടാൻ പോകുന്നു? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ, ഹരിയാനയിലെ ജ്യോതി മൽഹോത്ര എന്ന പെൺകുട്ടിയുടെ യൂട്യൂബ് ചാനലാണിത്. ഈ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ വഴി ഈ ജ്യോതി മൽഹോത്ര എന്ന പെൺകുട്ടി ഓരോ നാടുകളിലായി ചെന്ന് അവിടെയുള്ള ജനങ്ങൾ, അവിടെയുള്ള കൾച്ചർ, ഫുഡ്, അവിടെയുള്ള റെസ്റ്റോറൻറ്റ്സ്, റിസോർട്ട്, എങ്ങനെ താമസിക്കാം, എങ്ങനെ കുളിക്കാം, ഇങ്ങനെയുള്ള പല വീഡിയോസ് ആ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ പല യൂട്യൂബേഴ്സ് ചെയ്യുന്നത് പോലെ ബാത്റൂം ടൂർ, കിച്ചൺ ടൂർ, അതുപോലെയൊക്കെ. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കറങ്ങി സഞ്ചരിച്ച ഇവർ 2023 ഒരു വീഡിയോ ടെലികാസ്റ്റ് ചെയ്തു. ആ വീഡിയോയിൽ അവർ ഡൽഹിയിലുള്ള പാകിസ്ഥാൻ ഹൈ കമ്മീഷൻ ഓഫീസിലാണ് പോയത്. അവിടെയുള്ള ഇഫ്താർ വിരുന്നിന് പോകുന്നു. ഇത് 2023 എടുത്തു. അവരുടെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതുവരെയും ആർക്കും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഏകദേശം 1 വർഷം കഴിഞ്ഞു. 2025 നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്പറേഷൻ സിന്ധൂർ നടന്ന് അവസാനിച്ചു. അതിനുശേഷം പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷൻ ഓഫീസിലുള്ള ഒരു വ്യക്തി ഇന്ത്യക്കെതിരെ ഒരു ചാരവൃത്തി ചെയ്യുന്നുണ്ട്. ന്യൂഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ നിരവധി ചാരവൃത്തി ചെയ്യുന്നു എന്നും പറഞ്ഞ് അയാളെ ഉടൻ തന്നെ രാജ്യം വിട്ട് പുറത്താക്കണമെന്ന ഒരു ഉത്തരവ് വരുന്നു. അയാളുടെ പേര് ഡാനിഷ്. ഡാനിഷ് എന്ന് പറയുമ്പോൾ അത് അയാളുടെ യഥാർത്ഥ പേരല്ല. ഇയാളുടെ യഥാർത്ഥ പേര് എഹ്സാൻ ഉൻ റഹീം എന്നാണ്. ഇയാൾ ഡാനിഷ് എന്ന പേരിൽ ഹൈ കമ്മീഷനിൽ ജോലി നോക്കുകയാണ്. ഈ റഹീമാണ് ചാരവൃത്തി, ഇന്ത്യക്കെതിരെയുള്ള ഒരു ചാരവൃത്തി ചെയ്തയാൾ. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ, ഇയാളുടെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലൂടെ പലരും അറിഞ്ഞപ്പോൾ, ആദ്യം കണ്ടപ്പോൾ തന്നെ ചിലരൊക്കെ ഇയാൾ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത വന്നു. അപ്പോഴാണ് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബിലെ ചില വീഡിയോസിൽ ഈ റഹീം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്ത ഈ ഇഫ്താർ വിരുന്നിലെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് റഹീം വന്നത്, അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് നേരെ ജ്യോതി മൽഹോത്രയിലേക്ക് അന്വേഷണം പോകുന്നു. അപ്പോഴാണ് മനസ്സിലായത്, ജ്യോതി മൽഹോത്ര അല്ലെങ്കിൽ ട്രാവൽ വിത്ത് ജോ എന്ന ഈ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഹൈ കമ്മീഷൻ ഓഫീസിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ അന്ന് വന്നിരുന്നു. അങ്ങനെ വന്ന് അതിന് പൂർണ്ണമായും വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോയിലൂടെ നമുക്ക് കാണാനും സാധിക്കും, ഹായ് ഡാനിഷ് റഹീം എന്നൊക്കെ പെൺകുട്ടി വിളിക്കുന്നുണ്ട്. അവിടെയുള്ള ആ ഇഫ്താർ വിരുന്നിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം കണ്ടിട്ട് ഇത് വളരെ നന്നായിട്ടുണ്ട്, മനോഹരമായിരിക്കുന്നു. ഇതുപോലൊരു ഇഫ്താർ വിരുന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുകൂടെയില്ല. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസേഴ്സ് ഇവിടെ ഉണ്ട്. അവരൊക്കെ എത്ര നല്ലവരാണ്, എത്രത്തോളം മനുഷ്യത്വപരമായാണ് അവർ പെരുമാറുന്നത്. ഇതാണ് പാകിസ്ഥാൻ എന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ വീഡിയോയിൽ തന്നെ റഹീം എന്നയാൾ മറ്റു ചിലരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവരെല്ലാം ഈ പാകിസ്ഥാന്റെ ഹൈ കമ്മീഷൻ ഓഫീസേഴ്സ് ആണ്. അവരുടെ പക്കൽ ചെന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. പാകിസ്ഥാൻ എങ്ങനെയാണ്, ആ രാജ്യത്തെക്കുറിച്ച് പറയാനൊക്കെ ആവശ്യപ്പെടുന്നു. എനിക്കും അവിടേക്ക് വരാൻ ആഗ്രഹമുണ്ട്, ഒരു വിസ തരാമോ എന്നൊക്കെ ചോദിക്കുന്നു. വീണ്ടും മറ്റുള്ള ഓഫീസേഴ്സിനെയൊക്കെ നോക്കുന്നു. അവരുടെ പക്കലും ചെന്ന് എനിക്ക് വിസ ലഭിക്കുകയാണെങ്കിൽ ഞാൻ പാകിസ്ഥാനിൽ വന്ന് വ്ളോഗ് ചെയ്യും, അവിടെ എത്രയോ നല്ല കാര്യങ്ങൾ ഉണ്ടെന്ന കാര്യം ഞാൻ ലോകത്തെ തന്നെ അറിയിക്കുമെന്നൊക്കെ പറയുന്നു. ഇപ്പൊ റഹീം ഉടൻ തന്നെ അയാളുടെ ഭാര്യയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതും ആ വീഡിയോയിലുണ്ട്. ഈ ഭാര്യയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ ട്രാവൽ വിത്ത് ജോ യൂട്യൂബർ വളരെ നോർമലായി സംസാരിക്കുന്നു. അതായത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവർക്ക് ഇതിനകം നല്ല പരിചയമുണ്ടെന്ന്. ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങി. ഇപ്പോൾ ഈ ഡാനിഷ് എന്ന വ്യക്തിയെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. അടുത്ത് അന്വേഷണം ജ്യോതി മൽഹോത്രയിലേക്കല്ലേ പോയത്. അവളെയും ഹരിയാനയിൽ ചെന്ന് നമ്മുടെ പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യുന്നു.
ഈ ഒരു കേസ് ഇപ്പോൾ NIA മാറ്റിയിട്ടുണ്ട്. ശരി, ഇപ്പോൾ ഇവിടെ വരുന്ന ചോദ്യം, എന്തിനാണ് ഈ ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തത്? അതിനുള്ള കാരണം അന്വേഷിക്കുമ്പോഴാണ് ഇവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ വിസ ലഭിച്ചിട്ടുണ്ട്. വിസ ലഭിച്ച ഉടനെ പാകിസ്ഥാനിലേക്കും പോയി. അങ്ങനെ ട്രാവൽ വിത്ത് ജോ യൂട്യൂബർ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന റഹീം മറ്റുള്ളവരോടെല്ലാം പറയുകയാണ്, ഇങ്ങനെ നമുക്ക് വളരെ അത്യാവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി പാകിസ്ഥാനിലേക്ക് വരുന്നുണ്ട്, അവരെ നിങ്ങൾ നന്നായി പരിചരിക്കണമെന്ന്. അങ്ങനെ പാകിസ്ഥാനിലേക്ക് പോയ പെൺകുട്ടിക്കും നല്ലൊരു വരവേൽപ്പ് ലഭിച്ചു. മാസങ്ങൾക്ക് ശേഷം വീണ്ടും പാകിസ്ഥാനിലേക്ക് ഒരു വിസ ലഭിക്കുന്നു. വീണ്ടും പാകിസ്ഥാനിലേക്ക് പോകുന്നു. വിസ പ്രോസസ്സിംഗ് ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാനിൽ ചെന്നവർ വ്ളോഗ് ചെയ്യുന്നു. ആ വ്ളോഗിൽ ചിലരെയൊക്കെ നമുക്ക് കാണിച്ചും തരുന്നുണ്ട്. ഇയാളാണ് എന്നെ ഇവിടെ സഹായിച്ചത്, ഇവരാണ് എന്നെ നന്നായി പരിചരിച്ചത്, പ്രധാനമായും എംബസിയിൽ ഇദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അടുത്ത് പാകിസ്ഥാനിലേക്ക് ചെന്ന് അവിടെ പരിചയപ്പെട്ട ചില പ്രധാനപ്പെട്ട ആളുകളെ ഒന്നും ആ വീഡിയോയിൽ കാണിക്കുന്നേയില്ല. പക്ഷേ പാകിസ്ഥാൻ നല്ല രാജ്യം എന്ന ഒരു പ്രചരണം മാത്രം പരത്തുന്നതിൽ അവർ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അടുത്തിവർ ചെയ്യുന്നത്, അവിടെ ചെന്ന് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഓഫീസേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവരെ കണ്ട് ഒരുപാട് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് മാത്രമല്ല, ഞാൻ ഇന്ത്യ മുഴുവനും യാത്ര ചെയ്യും, എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം, എനിക്ക് ഒരു ഇമേജ് ഉണ്ട്, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, എനിക്ക് എവിടെ പോയും എന്ത് ചെയ്യാനും സാധിക്കും, എനിക്ക് ഇന്ത്യക്കുള്ളിലെ ചില പാകിസ്ഥാൻ സുഹൃത്തുക്കളുമുണ്ട്, ഐ ലവ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ചില ഗ്രൂപ്പുകളേക്ക് എനിക്ക് നന്നായി തന്നെ അറിയാം, ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് നൽകാം എന്ന് പാകിസ്ഥാൻ ഹൈ കമ്മീഷണേഴ്സിനോടും അതുപോലെ അവിടെയുള്ള പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസേഴ്സിനോടും സംസാരിക്കുന്നു. അതിനുശേഷം ഇവരുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഏതൊക്കെ വഴികളാണോ ഉള്ളത് അതെല്ലാം സ്വീകരിക്കുന്നു. പ്രധാനമായും എൻക്രിപ്റ്റഡ് ചാറ്റ്സ്, അതിപ്പോൾ വാട്സപ്പ്, ടെലഗ്രാം, സ്നാപ്ചാറ്റ്, ഈ വഴികളിലൂടെ എല്ലാം ഇവർ കോൺടാക്റ്റിലുണ്ടായിരുന്നു. അതും സാധാരണ കോൺടാക്റ്റ് അല്ല. ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും ഇന്ത്യയുടെ സൈന്യം അവിടെ എന്ത് ചെയ്യുകയാണ്, അവിടെ ഇന്ത്യയുടെ ബേസസ് ഉണ്ടോ, മറ്റെന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഉണ്ടോ, ഇങ്ങനെ അവർക്ക് നൽകിയ ടാസ്ക് എല്ലാം അവർ കൃത്യമായി തന്നെ ചെയ്തു. ഇതുകൂടാതെ മറ്റൊരു വാർത്ത, അവർ പാകിസ്ഥാനിൽ ചെന്ന് ആരൊക്കെയാണോ പരിചയപ്പെട്ടത് അവരുടെ യഥാർത്ഥ പേരുകളല്ല അവരുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അബ്ബാസ് എന്ന ഒരാളെ അവരവിടെ പരിചയപ്പെട്ടെങ്കിൽ അവരുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പേര് നമ്മുടെ നാട്ടിലുള്ള ഒരു ലോക്കൽ പേരിലായിരിക്കും. എങ്ങനെയാണോ റഹീമിനെ ഡാനിഷ് എന്ന് വിളിക്കുന്നത്, അതുപോലെ അബ്ബാസ് എന്ന വ്യക്തിയുടെ പേര് ഇവിടെ റോബർട്ട് എന്നായിരിക്കും സേവ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ പേരിങ്ങനെ മാറ്റി സേവ് ചെയ്തിരിക്കുന്നത് കാരണം ആരെങ്കിലും ആ പെൺകുട്ടിയുടെ ഫോൺ എടുത്ത് നോക്കിയാൽ പോലും ഇതിൽ യാതൊരു പ്രശ്നവുമില്ല, ഇതൊക്കെ സുഹൃത്തുക്കളായിരിക്കും എന്ന് കരുതി അതൊരു നോർമൽ രീതിയിൽ പോകും. അതായിരുന്നു അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം. പക്ഷേ ഈ ഒരു തന്ത്രമായിരുന്നു നമ്മുടെ NIAക്കും നമ്മുടെ പോലീസിനും ഒരു സംശയം സൃഷ്ടിച്ചത്. സാധാരണ സുഹൃത്തുക്കളാണെങ്കിൽ പാകിസ്ഥാനിൽ പോയി നിങ്ങൾക്ക് അവിടെ ഒരുപാട് സഹായം ലഭിച്ചു, ശരി തന്നെ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് ഫോണിൽ അവരുടെ പേരുകളെല്ലാം മാറ്റി സേവ് ചെയ്യണം? ശരി, പേര് മാറ്റി. ഒരു പെൺകുട്ടിയുടെ പേരാണോ വച്ചത് എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു പുരുഷന്റെ പേരാണ്. അതും നമ്മുടെ ഇന്ത്യയിൽ വിളിക്കപ്പെടുന്ന പേരുകളാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇവർ പാകിസ്ഥാനിൽ മാത്രമാണോ പോയതെന്ന് ചോദിച്ചാൽ ഇല്ല. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസേഴ്സുമായി ഇവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ബാലി, ഇന്തോനേഷ്യ, മറ്റ് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പറഞ്ഞു വന്നാൽ ഇവർക്കുള്ളിൽ മറ്റ് പല ബന്ധമുണ്ട് എന്ന രീതിയിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മൊത്തത്തിൽ ഇന്ത്യയുടെ ചെറിയ ചെറിയ വിവരങ്ങൾ പോലും വളരെ സൂക്ഷ്മമായി അറിഞ്ഞ് പാകിസ്ഥാനിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിരിക്കും. അവരുടെ ട്രാവൽ, അലവൻസ്, ഫുഡ്, റിസോർട്ടിൽ ചെന്ന് താമസം എല്ലാം ഫ്രീ ആണ്. ഒരുപാട് ഓഫേഴ്സ് ലഭിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ഉൾപ്പെടെ എല്ലാം അവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിലെ കമ്മീഷൻ ഓഫീസിൽ ഉണ്ടായിരുന്ന ഈ റഹീം എന്ന വ്യക്തിയെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, അയാൾ ഇന്ത്യക്കെതിരെ ഒരു സ്പൈ വർക്ക് ചെയ്യുകയാണ് എന്ന വിവരം അറിഞ്ഞ് അയാൾക്കെതിരെയുള്ള ഒരു അന്വേഷണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ ജ്യോതി മൽഹോത്രയെ നമുക്കൊണ്ട് കണ്ടെത്താനേ സാധിക്കില്ല. അയാളെ പിടിച്ചുടൻ തന്നെ അയാൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ആ നെറ്റ്വർക്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ, ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലുമുണ്ട്. അങ്ങനെ അവരും അകപ്പെട്ടു. അങ്ങനെ അകപ്പെട്ടത് കൊണ്ട് തന്നെ അടുത്തടുത്ത കെട്ടുകളും അഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതയും ഉണ്ട്. ഹരിയാനയിൽ മാത്രം 3 പേരെ അറസ്റ്റ് ചെയ്തു. മൊത്തത്തിൽ 6 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്കെതിരെ സ്പൈ വർക്ക് ചെയ്തതിനു വേണ്ടി മാത്രം. ഇനി ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ നല്ലൊരു രാജ്യമാണ് എന്ന് മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കുക, പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പോർട്രേറ്റ് ചെയ്യപ്പെടണം. ഇതിനുവേണ്ടി ഇവർക്ക് പണം വാരിക്കോരി കൊടുക്കുന്നുണ്ട്. പാകിസ്ഥാൻ നല്ല രാജ്യമാണോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പ്രശ്നം അല്ല. എന്നാൽ നിങ്ങൾ ഇവിടെ കാണിക്കുന്ന ഒരു പോർട്രേറ്റ് ഉണ്ടല്ലോ, പാകിസ്ഥാൻ നല്ല രാജ്യമാണ് എന്ന് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതി, അതിനുവേണ്ടി ശത്രുരാജ്യത്തിന്റെ പക്കൽ നിന്നും പണം വാങ്ങി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതാണ് വിശ്വാസവഞ്ചന, അതാണ് ദേശദ്രോഹം.
നമുക്ക് പാകിസ്ഥാൻ ജനങ്ങളിലോ അവിടെയുള്ള മൃഗങ്ങളിലോ അവിടെയുള്ള ബിസിനസ്സിലോ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഇന്ത്യക്കെതിരെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെയുള്ള സൈന്യം, അവിടെയുള്ള ഇന്റലിജൻസ് ഏജൻസി എല്ലാം തന്നെ ഇന്ത്യക്കെതിരെ ഒരു പരോക്ഷമായ യുദ്ധം ചെയ്യുകയാണ്, പരോക്ഷമായ ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷെ അതെല്ലാം ന്യായീകരിക്കുന്ന രീതിയിൽ പല ഇൻഫ്ലുവൻസേഴ്സിനെ ഇറക്കിയിട്ടുണ്ട്. അതാണ് വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇതുപോലെ ഇന്ത്യക്കുള്ളിൽ എത്ര ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പോലും അറിയില്ല. ഏത് മുഖംമൂടി അണിഞ്ഞാണ് അവർ ചുറ്റിത്തിരിയുന്നത് എന്ന് പോലും അറിയില്ല. സത്യത്തിൽ ഇവർ നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനേക്കാളും അവർ അവിടെയുള്ള പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസേഴ്സിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഈ പെൺകുട്ടിയാണ് അകപ്പെട്ടിട്ടുള്ളത്. അവൾ കാണിക്കുന്ന വീഡിയോസിലെല്ലാം കാണിക്കുന്നത് പുരുഷന്മാരെയാണ്. ഇനി ഒരു പുരുഷനാണ് അവരുടെ യൂട്യൂബ് ചാനലാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തതെങ്കിൽ അവരുടെ ചാനൽ കാണിക്കുന്നതെല്ലാം സ്ത്രീകളെ ആയിരിക്കും. ഇത് എപ്പോഴും സംഭവിക്കുന്നത് പോലെ ഒരു ഹണി ട്രാപ്പ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. ഈ ഹണി ട്രാപ്പിൽ ആരൊക്കെ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങളെല്ലാം തീർച്ചയായും നമ്മുടെ പോലീസും നമ്മുടെ ഇന്റലിജൻസ് ഏജൻസിയും സർക്കാരും തീർച്ചയായും കണ്ടുപിടിക്കും. ഇവിടെ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയെ മറ്റൊരു രാജ്യത്തിന് മുൻപിൽ ചെന്ന് പണയം വെച്ചിട്ട് അതിൽ നിന്ന് പണം സമ്പാദിക്കുന്ന ആരായാലും അവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ യാതൊരു യോഗ്യതയുമില്ല, അവകാശവുമില്ല. അവർ ഉടൻ തന്നെ അവർക്ക് പണം കൊടുത്ത രാജ്യം ഏതാണോ ആ രാജ്യത്തിലേക്ക് തന്നെ പോകേണ്ടതാണ്. ആ രാജ്യത്തിൽ ചെന്ന് സെറ്റിൽ ആകുന്നതായിരിക്കും അവർക്ക് ഏറ്റവും നല്ലത്. ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു പക്ഷേ ദേഷ്യം വന്നേക്കാം. ഇത് തന്നെയാണ് സത്യം. ഒന്നുകിൽ നമുക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് ജീവിക്കണം. ഇനി അതല്ല എങ്കിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ നമ്മൾ വിശ്വസ്തയോടുകൂടി പരിപാലിക്കണം. ഇത് രണ്ടുമില്ലാതെ ഇനി ഞാൻ വഞ്ചിക്കും, ഞാൻ രാജ്യദ്രോഹം ചെയ്യും, സ്പൈ വർക്ക് ചെയ്യും എന്നൊക്കെയാണെങ്കിൽ ഇന്നല്ല എന്നാണെങ്കിലും അവർ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ഒരു കേസ് ഇനി ഏത് ലെവൽ വരെ പോകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ഇവിടെ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് സ്പൈ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അലേർട്ടാകുക. അതും നമ്മുടെ കാറ്റഗറിയിൽ യൂട്യൂബിൽ നിന്നുകൊണ്ട് തന്നെ ഒരാൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്ത ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനി അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അലേർട്ടാകുന്നത് നല്ലതായിരിക്കും. അടുത്ത കെണി നിങ്ങൾക്കുള്ളതായിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ വാർത്തകൾ അറിയാനായി വിക്കിയോക്സ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.